ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം നടക്കുന്ന +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനിൽ എ പ്ലസ് പ്രതീക്ഷിക്കുന്ന, എ പ്ലസിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ആ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഷുവർ ക്വസ്റ്റ്യൻസുമാണ് ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്, എ പ്ലസ് സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ പ്ലസ് സ്കോർ ചെയ്യാൻ സാധിക്കും. ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്ത കുട്ടികൾ തീർച്ചയായും +1 റിവിഷൻ ക്ലാസ്സസ് 2024 എന്ന പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകളാണ് കാണേണ്ടത്. ഇതുവരെ കാര്യമായി തയ്യാറെടുക്കാത്തവർ ജസ്റ്റ് 50% മതി, ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കുന്ന 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കാണുക. ഈ പറഞ്ഞ പ്ലേലിസ്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പർ ചാപ്റ്റർ നമ്പർ 4. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 4 മാർക്കാണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ. മിനിമം ടൈമിൽ ഈ 4 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. സോ ഈ ചാപ്റ്ററിലെ കീ പോയിന്റ് നമ്പർ 1, if z equal to a plus ib which is the general form of a complex number. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് a plus ib ആണെന്ന് നിങ്ങൾക്കറിയാം. വേർ i എന്ന് പറയുന്നത് എന്താണ്? √-1. എയും ബിയും 2 റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം a plus ib ആണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എയും ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ബിയുമായിരിക്കും. ഐയുടെ കൂടെ ഇരിക്കുന്നതിനാണ് ഇമാജിനറി പാർട്ട്, ഐ ഇല്ലാത്ത പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? റിയൽ പാർട്ട്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. If z equal to a plus ib, then its conjugate is denoted by z bar and is equal to a minus ib. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുത്ത് എഴുതുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. തേർഡ് വൺ, if z equal to a plus ib, then its modulus, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് 2 വരയ്ക്കകത്ത് z, വായിക്കേണ്ടത് mod z equal to √a square plus b square എന്ന് പറഞ്ഞാൽ √ റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. z equal to a plus ib ആണെങ്കിൽ മോഡുലസ് കാണുന്ന ഫോർമുല √ റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. നെക്സ്റ്റ് വൺ, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. if z equal to a plus ib, then z raised to -1. അതിനെ പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുന്ന ഫോർമുല z ബാർ ബൈ മോഡ് z ദ ഹോൾ സ്ക്വയർ, മോഡ് z ന്റെ സ്ക്വയർ. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കാണാൻ പറഞ്ഞാൽ കോൺജുഗേറ്റിനെ മോഡുലസിന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം √-1. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെ സ്ക്വയർ ചെയ്താൽ മതി, -1. രണ്ട് സൈഡും ഒരു ഐ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i³ ഈക്വൽ ടു എന്ത് കിട്ടും? -i. അടുത്ത് i² -1 എങ്കിൽ അതിന്റെ സ്ക്വയർ i⁴ ഈക്വൽ ടു എന്താണ്? +1. ജനറലി വി ക്യാൻ റൈറ്റ് i⁴n ഈക്വൽ ടു 1. i⁴ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? 1. i⁴ വാല്യൂ 1. i⁸ ആൻസർ 1. i⁻20 ആൻസർ 1. i⁻100 100നെ 4 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാം. സോ ആൻസർ എന്തായിരിക്കും? 1. ഇനി ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ട് കൂടെ ഉണ്ട്. a plus ib into a minus ib. a plus b into a minus b, a square minus b square എന്നറിയാം. എന്നാൽ ഇവിടെ a plus ib into a minus ib ആണെങ്കിൽ റിസൾട്ട് a square plus b square. അതുകൂടെ ഓർത്തിരുന്നാൽ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ് ആയി കഴിഞ്ഞു. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, find the multiplicative inverse of 4 - 3i. ഈ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടെത്തണം. സോ ലെറ്റ് z ഈക്വൽ ടു ആ കോംപ്ലക്സ് നമ്പർ എടുത്തെഴുതുക 4 - 3i. ദെൻ അതിന്റെ കോൺജുഗേറ്റ് z ബാർ ഈക്വൽ ടു ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക 4 + 3i. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് മോഡുലസ് ഓഫ് z. മോഡ് z ഈക്വൽ ടു √ റിയൽ പാർട്ടിന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16 പ്ലസ് ഇമാജിനറി പാർട്ട് ഐയുടെ കൂടെ ഇരിക്കുന്ന -3യുടെ സ്ക്വയർ ദാറ്റ് ഈസ് 9 √25 ദാറ്റ് ഈസ് 5. z ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുന്ന ഫോർമുല z ബാർ ബൈ മോഡ് z സ്ക്വയർ. z ബാർ 4 + 3i ബൈ മോഡ് z 5 അതിന്റെ സ്ക്വയർ 25. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 4/25 പ്ലസ്
3/25i എന്ന് കിട്ടും. So which is the multiplicative inverse of this complex number? Next, question number 2. Express the complex number 5 minus 3i the whole cube in the form of a plus ib. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോമിൽ എഴുതുക. അപ്പോൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത് a മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന ഐഡന്റിറ്റി, അത് നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. a മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്താണ് ഫോർമുല? a ക്യൂബ് മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് b ക്യൂബ്. ആ ഐഡന്റിറ്റി മനസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ a മൈനസ് ബി ദ ഹോൾ ക്യൂബ് a ക്യൂബ് 5ന്റെ ക്യൂബ് മൈനസ് 3 ഇൻറ്റു a², 5ന്റെ സ്ക്വയർ ഇൻറ്റു b, ഈ 3i അതുപോലെ പ്ലസ് അടുത്ത ടൈം 3 ഇൻറ്റു a ഇൻറ്റു 5 ഇൻറ്റു b², 3iയുടെ സ്ക്വയർ മൈനസ് b ക്യൂബ്, b എന്ന് പറഞ്ഞാൽ 3i അതിന്റെ ക്യൂബ് 5 ക്യൂബ് 5 ഇൻറ്റു 5 ഇൻറ്റു 5 125 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 5² 25, 25 ഇൻറ്റു 3 75, 75 ഇൻറ്റു 3 കാൽക്കുലേറ്റർ കൊടുത്താൽ മതി 225, പിന്നെ ഈ i കൂടെ എഴുതുക. i² എന്ന് പറഞ്ഞാൽ -1 എന്നറിയാം. അപ്പൊ ഇതെന്താണ്? i² 3i ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? i²ന്റെ വാല്യൂ -1 പിന്നെ 15 ഇൻറ്റു 3 അത് -1 ഇൻറ്റു 15 ഇൻറ്റു 3 ദാറ്റ് ഈസ് -135. കാൽക്കുലേറ്റർ കൊടുത്താൽ അത് കേട്ടോ. 5 3 15, 15 ഗുണം 9 135 വരും. പിന്നെ ഈ i² -1, അങ്ങനെയാണ് സെൻട്രൽ മൈനസ് ആയത്. അടുത്തിവിടെ 3i ദ ഹോൾ ക്യൂബ്, 3യുടെ ക്യൂബ് 27. അടുത്ത i ക്യൂബ് അതിന്റെ വാല്യൂ -i, ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് i എന്ന് വരും. സോ അങ്ങനെ എന്ത് കിട്ടും? 27i. ഇനി 125 നിന്ന് 135 സബ്ട്രാക്ട് ചെയ്താൽ -10 -225 പ്ലസ് 27i. 225 27 കുറച്ചാൽ 198, വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കുക, കാൽക്കുലേറ്ററിൽ കൊടുത്താലും മതി. സോ -10 -198i. ഇതുപോലെ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഐഡന്റിറ്റി അല്ലെങ്കിൽ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഐഡന്റിറ്റി യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും ഇതാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോൺജുഗേറ്റ് ആൻഡ് മോഡുലസ് ഓഫ് 5 പ്ലസ് i ബൈ 2 പ്ലസ് 3i. ആദ്യം ഈ കോംപ്ലക്സ് നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതേണ്ടതുണ്ട്. ഡിവിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. നിങ്ങൾക്കറിയാം, അത് മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. സോ ലെറ്റ് z ഈക്വൽ ടു ആ കോംപ്ലക്സ് നമ്പർ എടുത്തെഴുതുക. എന്തായിരുന്നു കോംപ്ലക്സ് നമ്പർ? 5 പ്ലസ് i ബൈ 2 പ്ലസ് 3i. ഇതാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഈക്വൽ ടു അഗൈൻ 5 പ്ലസ് i ബൈ 2 പ്ലസ് 3i എഴുതിയതിനു ശേഷം ഇൻറ്റു ഇട്ടിട്ട് ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നവന്റെ കോൺജുഗേറ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. 2 പ്ലസ് 3iയുടെ കോൺജുഗേറ്റ് എന്താണ്? 2 മൈനസ് 3i, അത് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ കോംപ്ലക്സ് നമ്പർ അതുപോലെ എഴുതിയിട്ട് ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി മേളിൽ രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ പ്രോഡക്റ്റ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ചെയ്യുക. 5 ഇൻറ്റു 2 10, 5 ഇൻറ്റു -3i -15i. അടുത്ത i ഇൻറ്റു 2 ദാറ്റ് ഈസ് 2i. അടുത്ത i ഇൻറ്റു -3i -3i², i²ന്റെ വാല്യൂ -1, -3 ഇൻറ്റു -1 എന്ത് കിട്ടും? +3. ഡിനോമിനേറ്ററിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഐഡന്റിറ്റിയാണ് a പ്ലസ് ib ഇൻറ്റു a മൈനസ് ib, a പ്ലസ് ib ഇൻറ്റു a മൈനസ് ib, a² പ്ലസ് b². ഡിവിഷൻ വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, a² പ്ലസ് b², 2² 4 പ്ലസ് 3² 9. അത് എഴുതിയാൽ മതി ഡയറക്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ ഇതിനെ നേരത്തെ ചെയ്തതുപോലെ എക്സ്പാൻഡ് ചെയ്താലും 4 പ്ലസ് 9 എന്നേ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ഹിയർ 10 പ്ലസ് 3 13 -15i പ്ലസ് 2i ദാറ്റ് ഈസ് -13i എന്ന് കിട്ടും. നേരത്തെ പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 13/13 എന്ത് കിട്ടും? 1. അടുത്ത -13i ബൈ 13, 13 13 പോയാൽ -i. സോ z എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 - i. Now z bar conjugate equal to imaginary പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക, 1 + i. mod z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 പ്ലസ് ഐയുടെ കൂടെ ഇരിക്കുന്നത് മൈനസ് എന്ന് പറഞ്ഞാൽ -1, -1ന്റെ സ്ക്വയർ 1. സോ √2 എന്ന് കിട്ടും. അപ്പോൾ കോൺജുഗേറ്റ്, മോഡുലസ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ത് കാണാൻ ചോദിച്ചാലും ആദ്യം തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ a പ്ലസ് ib എന്ന ഫോമിൽ എഴുതുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അതിനെ കോൺജുഗേറ്റ്, മോഡുലസ് ഒക്കെ കണ്ടെത്തേണ്ടത്. നെക്സ്റ്റ്, എക്സ്പ്രസ് 1 + 2i ഇൻറ്റു 3 - 4i ഇൻ ദ ഫോം ഓഫ് a പ്ലസ് ib. ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സും തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. വെരി സിമ്പിൾ.
So 1 into 3, 3. 1 into minus 4i, minus 4i. 2i into 3, 6i. 2i into minus 4i. 2 minus 4, minus 8. I i square. Minus 8 minus 1 plus 8 എന്ന് കിട്ടും. Now 3 plus 8 എന്താണ് 11. 6i in the 4i കുറച്ചാൽ 2i. So which is in the form of a plus ib. Next question, find 2 plus 3i into 2 minus 3i. a plus ib into a minus ib. ഞാൻ പറഞ്ഞു a square plus b square. 2 square plus 3 square. That is 4 plus 9, 13 എന്ന് കിട്ടും. Very simple one. Okay. Next, find value of I raised to 24 plus I raised to 42. So ആദ്യം I raised to 24ന്റെ വാല്യൂ I raised to 24 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 24/4 കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക, പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ആൻസർ 1. അടുത്ത I raised to 42 പൂർണ്ണമായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഈ I raised to 42നെ ഈക്വൽ ടു 42ന് മുന്നേ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏത്? 42ന് മുന്നേ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 40. സോ I raised to 40 ഇൻറ്റു ഈ 42 കിട്ടണമെങ്കിൽ ഒരു I സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം x raised to m ഇൻറ്റു x raised to n എന്ന് പറഞ്ഞാൽ x raised to m plus n. അത് I raised to 42നെ I raised to 40 ഇൻറ്റു I സ്ക്വയർ എന്ന് എഴുതാം. ഈ I raised to 40 അതിന്റെ വാല്യൂ എന്തായി? 1 ഇൻറ്റു I സ്ക്വയർ, അത് I സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? അത് കാണാതെ പഠിച്ചിരിക്കണം, -1. സോ I raised to 42ന്റെ വാല്യൂ -1. നമുക്ക് കണ്ടെത്തേണ്ടത് I raised to 24 പ്ലസ് I raised to 42 എന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടിയത് 1ഉം ഈ -1ഉം ആഡ് ചെയ്യുക, എന്ത് കിട്ടും? 0. ഇതേപോലെ ഐയുടെ പവർ കാണുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് 1 പ്ലസ് ഐ മൈനസ് 1 മൈനസ് ഐ ഇതിന്റെ വാല്യൂ. അപ്പോൾ 1 പ്ലസ് ഐ അതുപോലെ ഈ മൈനസ് അകത്തോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ -1 മൈനസ് മൈനസ് പ്ലസ് ഐ. ഹിയർ 1ഉം -1ഉം ക്യാൻസൽ ചെയ്താൽ 2i എന്ന് കിട്ടും. അത് ജനറൽ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ 0 പ്ലസ് 2i എന്ന് എഴുതുക. നെക്സ്റ്റ് ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഒന്നല്ല, 8th ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഇൻ ദ ഫോം ഓഫ് എ പ്ലസ് ഐ ബി. ലാസ്റ്റ് ഇയർ ഈ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കാണാനാണ് ചോദിച്ചത്. ഇവിടെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ മാത്രമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. സോ 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ നേരത്തെ പറഞ്ഞു ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ, അത് അതുപോലെ എഴുതുക. ഇൻറ്റു 1 മൈനസ് ഐയുടെ കോൺജുഗേറ്റ് 1 പ്ലസ് ഐ, മേളിൽ മൾട്ടിപ്ലൈ താഴെ മൾട്ടിപ്ലൈ, മേളിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു ഐ, അടുത്ത് ഐ ഇൻറ്റു 1 ഐ, അടുത്ത് ഐയും ഐയും ഐ സ്ക്വയർ ദാറ്റ് ഈസ് -1, താഴെ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 പ്ലസ് വെറും ഐ എന്ന് പറഞ്ഞാൽ 1i. അപ്പോൾ ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ 1. മേളിൽ എന്ത് കിട്ടും? ഐയും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2i. മറ്റേത് ക്യാൻസൽ ചെയ്ത് പോയി. സോ 2i ബൈ താഴെ 2 ക്യാൻസൽ ചെയ്താൽ ഐ നമുക്ക് എങ്ങനെ എഴുതാം? 0 പ്ലസ് ഐ. ഇനി ഇതിന്റെ കോൺജുഗേറ്റ് ആണെങ്കിൽ -i, മോഡുലസ് ഒക്കെ കണ്ട് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കാണണമെങ്കിൽ കണ്ടെത്താം. നെക്സ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂ ഓഫ് I റൈസ് ടു -26. നിങ്ങൾക്കറിയാം x റൈസ് ടു -n എന്ന് പറഞ്ഞാൽ 1 ബൈ x റൈസ് ടു പ്ലസ് n എന്ന് എഴുതാം. ആ ലോ ഓഫ് ഇൻഡിസസ് യൂസ് ചെയ്യുമ്പോൾ I റൈസ് ടു -26നെ എങ്ങനെ എഴുതാം? 1 ബൈ I റൈസ് ടു 26. ഈ 26ന് ശേഷം ഇപ്പൊ 26 ഡിനോമിനേറ്ററിലാണ് ഇരിക്കുന്നത്, ഐയുടെ പവർ ഡിനോമിനേറ്ററിലാണ് ഐയുടെ പവർ വരുന്നതെങ്കിൽ ആഫ്റ്റർ 26 ശേഷം 4ന്റെ മൾട്ടിപ്പിൾ വരുന്ന നമ്പർ എന്താണ്? 28 ആണ്. അപ്പോൾ ഇവിടെ I റൈസ് ടു 26 ഉണ്ട്. 28 കിട്ടണമെങ്കിൽ താഴെ എന്ത് ചെയ്യണം? ഒരു ഐ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൽ ഐ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ I റൈസ് ടു 28 ആയി. അതുപോലെ മേളിലും ഐ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ ചെയ്തേ? മുകളിൽ ഒരു ഐ സ്ക്വയർ കൊടുത്തു, താഴെയും ഐ സ്ക്വയർ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റണം ഐയുടെ പവർ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അത് ചിന്തിച്ചാൽ മതി. ഇവിടെ 26 ഉണ്ട്, ഇവിടെ 28 ആക്കിയാൽ 4ന്റെ മൾട്ടിപ്ലൈ. അപ്പൊ അതിനുവേണ്ടി മേളിൽ ഒരു ഐ സ്ക്വയർ, താഴെ ഒരു ഐ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുക. താഴെ വാല്യൂ എന്താണ്? 1, മേളിൽ ഐ സ്ക്വയറിന്റെ ആൻസർ എന്താണ്? -1. നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എനി ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. സോ കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും 4 മാർക്കിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.